Hi guys. Hi sir. Hi. Hi. Ascend brother Husan. Hi guys. Hi guys. എല്ലാവരും വരും. വെൽക്കം ടു ഒരു പുതിയ വ്ളോഗ്. നമ്മളിന്ന് എവിടെ പോണ്? നെഹദി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോണ്? ചാലക്കുടിയിൽ ഒരു സ്റ്റേ കേസിന് പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ബേസിക്കലി ചാലക്കുടിയിൽ ഒരു സ്റ്റേ കേസിന് പോകണം. ഓക്കെ, സ്റ്റേ കേസിന് പോകുന്നത് നമ്മൾ ആരുടെ കൂടെയാണ് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പോകുന്നതിന് മുമ്പ് മാൻഡറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കട്ടായി ഫുഡ് കഴിക്കാണ്ട് കട്ടായി. എന്ത് ഐശ്വര്യകാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മൾ നെഹദിയിൽ വന്നിട്ട് ആസ് യൂസ്വൽ ഇവിടുത്തെ മസാല ശവായി മന്തി കഴിക്കും. ഇന്ന് നമ്മുടെ പുതിയ അതിഥി അതാണ് അസന്റെ പിൻ ബ്രദർ ഹുസൻ. ഇത് പിന്നെ അറിയാലോ, നമ്മളെ ക്യാമറ എന്റെ ബ്ലോഗ് ഉണ്ട്, ഒരു കത്തും ഡോക്ടർ. പിന്നെ ഞാൻ അപ്പൊ നമുക്ക് മന്തി വന്നിട്ട് കാണാം. ഓക്കെ, മാൻഡറ്ററി മസാല സെറ്റ് ലെഗ് പീസ് കിട്ടിയ മാറ്റി കൊടുത്ത എക്സ്ചേഞ്ച് ഓഫറിന് കൊടുത്തൊക്കെ ചോറ് കണ്ടില്ല സാർ. എന്നിട്ട് എങ്ങനെ കഴിക്കും? ഇങ്ങനെ കുറച്ചും കൂടെ കഴിച്ചൂടെ? എന്തിനാ ചോപ്പ് കണ്ടിട്ടാ, മസാലയുടെ ചോപ്പ് കണ്ടിട്ട് മന്തി അടിച്ച് വയറ് ഫുള്ളായി. നമുക്ക് അതിന്റെ മുകളിൽ നറുനീന്തി കയറ്റിയാലോ? നിങ്ങക്ക് നറുനീന്തി സെറ്റ് സാധനം. ഓ കിട്ടുന്ന സാധനം. ഇതിനപ്പുറത്തുള്ള കട PMA നറുനീന്തി സ്പെഷ്യൽ മിൽക്ക് സർബത്ത് 100% സർബത്ത് സെറ്റാണ്. അവിടുത്തെ നെഹദിന്നൊരു മന്തിക്ക, ഇവിടെ വന്നിട്ടൊരു സർബത്ത് കുടിക്കുക. എന്താ എൻ്റെ അഭിപ്രായം? നെഹദിന്ന് ഫുഡ് കഴിക്കുക, ഇവിടെ വന്നിട്ടൊരു സർബത്ത് കുടിക്കുക. യോജിക്കുന്നു. നോക്കി എല്ലാ വ്ളോഗിലും എൻ്റെ കുറെ പാട്ടുകളുണ്ടാവും. വെറൈറ്റി ആണ് മെയിൻ. ഇനി നമ്മൾ നേരെ ഇവിടെ പോകുന്നു, ചാലക്കുടിയിൽ പോകുന്നു. സ്റ്റേക്കേഷൻ ഓസ്റ്റേസിന്റെ പ്രോപ്പർട്ടിയുടെ പേര് അറിയില്ല. ഓസ്റ്റേസ് എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്, പക്ഷെ എനിക്ക് പേരറിയില്ല. ഓ അമുക്കുമ്പാലേക്കണേ, ഗുമുകുമാന്ന് തിന്നുമ്പാലേക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ശവായി മന്തി? സെറ്റല്ലേ? ഞാൻ കുറച്ചേരം ഫ്രണ്ട് ഇരിക്കട്ടെ. ടേസ്റ്റിനെ പറ്റിട്ട് അഭിപ്രായം എന്താ? തിരിക്കേ ഒളിക്കേ വളക്കങ്ങട്ടെ. ആ പുരുഷോ എഴുന്നേക്ക്, സ്ഥലത്തി ആളർക്കം. ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ള ചാലക്കുടി ലോ സ്റ്റേഷന് അണ്ടറിലുള്ള റിവർ സെറായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലോട്ടാണ്. നിങ്ങൾ ഈ തൃശ്ശൂർ അല്ലെങ്കിൽ ചാലക്കുടി ഭാഗത്തൊക്കെ ഒരു സ്റ്റേക്കേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് പെർഫെക്റ്റ് പ്ലേസ് ഫോർ യു. കാരണം അത്രയ്ക്ക് അടിപൊളി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. പൂളാണ് ഹൈലൈറ്റ്. ഇൻഫിനിറ്റ്, പക്ഷെ ഇൻഫിനിറ്റിൽ വെള്ളം ഫുള്ള് ഉണ്ട്. ഹായ് ഹായ് സാർ. ഹായ് സാർ. ഇതിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ചാലക്കുടിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് രാത്രികൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളും കുറച്ച് കുടിക്കാനും തിന്നാനും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയി.
ചാലക്കുടി ഷോപ്പിംഗ്. പ്രോട്ടീൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. കുറച്ച് അധികം കാലറി ഉണ്ട്. നമുക്ക് രാത്രി റൂമിൽ കുക്ക് ചെയ്യാം. We bought so many things, Susa. Let's go. ചെക്കൻ കേറാണ്ട് കൊണ്ടോണി എന്താ അവിടെ പീക്കിന് കേറ്റാണ്ട് പോയട ഉസേ. മറ്റേ ജൂലൈ 4 റോമനെ കൊണ്ടുപോണ്ട് മറ്റാള് പോയ പോലെ ഒറ്റ പോക്ക് ഉസേ. എന്ത് പയനുണ്ട് ഈ സെറ്റ്. അപ്പൊ നമ്മള് റൂം നമ്മളൊരു റൂം നല്ല ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. വേണ്ട, നമുക്കിവിടെ ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം ബേസിക്കാണ്. പക്ഷെ എന്താ പറയാ, എല്ലാം ബേസിക് ആണെന്നല്ല, എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും ഉണ്ട്. വെള്ളം, ബ്രഷ്, സാമഗ്രികൾ എല്ലാം ഉണ്ട്. നമുക്കിത് അടുത്ത റൂം കാണിച്ചേട്ടാ. ഞാൻ അടുത്ത റൂം ഹൗസ് സെറ്റ്. ഇവിടുന്ന് കൂടിക്കുള്ള ഉണ്ട്. അത് ഞാൻ രാവിലെ കാണിച്ചുതരാം. ഇവിടുത്തെ ഇത് കണ്ടിട്ടില്ലല്ലോ ടോയ്ലറ്റ്. ഉണ്ടോ? ആണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അതാണ് ഞാൻ ഇവിടുത്തെ ഞാൻ. സോ അത്രേനുള്ളൂ. ഇനി അതേ അസം പുളി എടുക്കുന്നുണ്ട്. നമുക്കും പോയി പുളി ചാടാം. അതാണ് നമ്മളെ മെയിൻ പരിപാടി. സോ അൺടിൽ ദെൻ പോയിട്ട് വരാം. ബൈ. അങ്ങനെ പൂളിലൊരു നീണ്ട പുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി. ഇനി നമ്മളെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കാൻ പുറത്തു പോകില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് കൂടെ ഉണ്ട്. സോ ചിക്കൻ എന്തെങ്കിലും മേടിച്ച് ഗ്രില്ല് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് നമ്മളുടെ പരിപാടി. സോ നമുക്ക് പുറത്ത് പോയി ഫുഡ് ഉണ്ടാക്കാം. എൻ്റെ പുതിയ ഫോൺ കേസ് സമയത്ത് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം. ഫ്രൈസ് കളിക്കണവിടെ. എന്താണ് കൊതുനാട്ട്? പുളി കഴിഞ്ഞോ വന്നിട്ട് തിന്നാം. ഓക്കെ. റൂമിൽ സ്റ്റൗ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടുത്തെ അണ്ണന്മാരുടെ റൂമിൽ, ഐ മീൻ ഇവിടുത്തെ കെയർ ടേക്കറുടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ്. കുറച്ച് മുട്ട പൊരിക്കാൻ നമുക്ക് വിശപ്പുണ്ട്. ഭായിമാരൊന്നും ഫുഡിനെ പറ്റി പറയുന്നത് സീരിയസ് ആയി എടുക്കുന്നില്ല. സോ നമുക്ക് കുറച്ച് അധികം ബുൾസായി ഉണ്ടാക്കാം. ഇഗ്നോർ ദ ഹൈജീൻ ഗൈസ്. വേറെ നിവൃത്തിയില്ല നമുക്ക്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവർക്കൊന്നും ഇതൊന്നും അത്ര വലിയ പുത്തിരിയല്ല. മാറ്റി നമുക്കൊരു മുട്ടയും കൂടെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കില്ലേ? അല്ല സോറി, ബ്രെഡും കൂടെ വെച്ച് കൊടുത്താൽ അപ്പം നമുക്ക് ഒരു ബ്രെഡ് ടോസ്റ്റ് വൈബ് പിടിക്കാം. നമുക്കിനി കുറച്ച് എന്തുണ്ടാക്കാം, ബ്രെഡ് പൊരിക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് ഒരേ സമയത്ത് ഓരോ തോന്നലല്ലേ. ബുൾസൈ മാറിയിട്ട് അത് ബ്രെഡ് ഓംലെറ്റ് പോലത്തെ എന്തോ സാധനമായി. അപ്പോൾ അതിങ്ങനെയായി. Again I'm saying ignore the surroundings. We have no other stop. We have no other options. Hi guys. ആക്ച്വലി ഈവനിങ് മേടിച്ച സാധനങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഈ ഉണ്ടാക്കിയതുണ്ടല്ലോ, അങ്ങനെ തട്ടിക്കൂട്ടിയൊരു ഡിന്നർ ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാമെന്നായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ. പക്ഷെ എല്ലാവർക്കും വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ടും എല്ലാവരുടെയും വയറ് ഒന്നിനേക്കാൾ വലുതായതുകൊണ്ടും എല്ലാവർക്കും നല്ല വിശപ്പ് വന്നു. സോ നമ്മൾ കുറച്ച് നേരം റൂമിലിരുന്ന് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം സിനിമ കണ്ടിട്ട് നേരെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോദിക്കരുത് വെച്ചിട്ടാ. സ്കൂൾ കൊടുത്തിട്ടേ മുക്കാടിക്കാനല്ലേ സൂര്യകിരീടം അല്ല
വീണുടെ മഞ്ഞൾ പ്രസാദം മഞ്ഞളാ നെറ്റിയിൽ ചാർത്തി. കഴിഞ്ഞ ഒരു പാട്ടുണ്ട്. ബാല് പോയി. കയ്യല്ലൂട് ഹായ് ബസ. ഹായ് തു. Hi. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ ഗൈസ്. Yeah, let's have some food, Dad. ചെറിയ വയറിന് വല്ലാതെ വിശക്കുന്നു. എടാ വാടാ. ദാ. കുട്ടനും കട്ടനും പുട്ടലും കട്ടനും പൊട്ടനും കൂട്ടനും അല്ല കട്ടനും പുട്ടനും കട്ടനും പൊട്ടും. ലൈറ്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം ഫുഡ് സ്പോട്ടൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സോ അവിടെ കണ്ടൊരു കട്ടനും പുട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലോട്ട് നമ്മൾ നേരെ പോയി. അവിടെ ഓൾമോസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു ബാർബിക്കും ബർഗറും പിന്നെന്തോ കിഴി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു ബൂസ്റ്റും ഹോർലിക്സും എന്തൊക്കെയോ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പീക്കൊക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പിടി കൊടുത്തത്. അല്ല, അവൻ കഴിക്കുമ്പോൾ അത് നോക്കിയിരുന്ന് വെള്ളമിറക്കി വയറുവേദന വരാതിരിക്കാൻ വേണ്ടി ഗണപതിക്ക് കൊടുക്കുന്ന പോലെ അതൊരു പിടി കൊടുത്താണ് അവൻ. സെഡ് ബിഫോർ നമ്മൾ പുട്ടും ബീഫും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പേര് കണ്ടിട്ട് ആ കടയിൽ കയറിയത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആകെ ഉണ്ടായിരുന്ന ഒരു ബീഫ് പൊറോട്ടയും ഒരു ചിക്കൻ പൊറോട്ടയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സോറി, ബീഫ് ആൻഡ് ചിക്കൻ കിഴി പൊറോട്ട. അങ്ങനെ അവിടുന്ന് ഒരു ഉഷാറ് ഫുഡ് അടിക്ക് ശേഷം റൂമിലോട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് പ്രോപ്പർട്ടിയിലോട്ട് പോയി. ബാക്കിയുള്ളവരൊക്കെ പോയി കിടന്നു. ഞാനും പീക്ക് നേരെ പോയിട്ട് പൂളിലാണ് ചാട്ടിയത്. കാരണം ഞങ്ങൾക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക. പ്രൊഡക്റ്റീവായിട്ടില്ല, ആരെങ്കിലും പറ്റി കുറ്റം പറയാനായിരുന്നു. ആ സമയത്ത് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്തൊരുത്തനെ പറ്റി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഇരുന്ന് പിത്തനെ പറച്ചിലായിരുന്നു മെയിൻ. 4 രൂപയാണ് പൂളിന്ന് കയറിയോ, 1.5 ഇറങ്ങിയിട്ട് കുതിർന്ന് കയ്യൊക്കെ നോക്കി സമയം 4:30. കെടുക്കാം, ഇനിയെങ്കിലും കെടുക്കാം. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അടുത്ത ദിവസമായി ചെക്കൗട്ടിന് ടൈമായി, അതുകൊണ്ട് നമ്മൾ കുളിക്കാറിയേ. സുരതായിട് പറഞ്ഞ പോലെ അസത്രല്ലോ. പിന്നെ വർക്കിംഗ് ആവില്ല, സ്റ്റോപ്പ് വർക്കിംഗ്. ಎಲ್ಲಿ ಹೋಗಿದೆ ಬುರ್ಸು, ಎಲ್ಲಿ ಹೋಗಿದೆ? രസമുണ്ട്. അങ്ങനെ ഡ്രസ്സ് മാറി കുട്ടപ്പന്മാരായി നമുക്ക് പോയി. ചെക്കൗട്ട് ടൈമായി ഓൾമോസ്റ്റ്. സോ അത്ര ഉള്ളോ, ചെറിയൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു. അടിച്ചു പൊളിച്ചു. കുറേ നോനിയും പറങ്ങണിയൊക്കെ പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നാൽ നമ്മളെ റൂം, എൻ്റെ റൂം, ഞങ്ങൾ കിടന്നത് അവിടെ നിന്നുള്ള വ്യൂ ആണ്. സെറ്റ് പ്രോപ്പർട്ടി ഉണ്ടാ. ഇഫ് യു ഗൈസ് ആർ വിസിറ്റിംഗ് ചാലക്കുടി. അന്ന പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഒറ്റയ്ക്ക് സംസാരിക്കണോ? ഒന്നുമില്ലടാ. നാളെ കാണാം. ഇതിനിക്കിപ്പോ എന്തിനാ വന്നേ? അത് എന്തിനും വെള്ളം കഴിക്കാറ് വീട്ടിൽ പൊതുവെ എന്താ കഴിക്കുക? വയറ് ബാറ്ററി വീഡിയോ കട്ടുന്നുണ്ടോ? ബാറ്ററി ചാർജിനൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ പൂളിലൊക്കെ പോയി ചാടി ആകെ ക്ഷീണിച്ചോണ്ട് തന്നെ വരുന്ന വഴി തൃശ്ശൂർ തോംസൺ കാസയിൽ കയറി ഒരു അടിപൊളി ബിരിയാണി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. സോ നമുക്ക് ഇനി ബിരിയാണി എത്തിയിട്ട് കാണാം. ഫുഡ് വരുന്ന ഗ്യാപ്പിൽ ആസ് യൂഷ്വൽ പിയുടെ പരിപാടികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിയുടെ ന്യൂഡ് ഫോട്ടോ സ്റ്റിക്കർ ആക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നു പി. ചുളിവിൽ പെടാം ബിരിയാണി പൈനാപ്പിൾ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ.
കാത്തിരുന്ന് നല്ല ലോങ് റൈസിൽ നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റും പൈനാപ്പിളും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ ബിരിയാണിയാണ് അവിടെ നിന്ന് സെർവ് ചെയ്തത്. അത്ര കിഡ്ലനൊന്നല്ല, എന്നാലും നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു എല്ലാവരും. എനിക്ക് എപ്പോൾ ഇനി ഞാൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വിളിച്ചിരുത്തിയിട്ട് തന്നാലും ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ബിരിയാണി. എനിക്ക് അത്രയും ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ബിരിയാണി എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബിരിയാണി ഇടയിലും അങ്ങനെ പൊക്കിയാലും നല്ല നല്ല ഫുഡുകൾ കിട്ടും. എന്തായാലും എന്നെപ്പോലെ ബിരിയാണി ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളാരും കമൻറ്റ് ചെയ്യില്ല എന്നറിയാം, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ ആൾക്കാർ പറയാറ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ലാന്ന് തന്നെ പറയുള്ളൂ. ബാഡായി പീസ് എല്ലായിടത്തും പറ്റിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു പുരുഷോ? ഈ ഒരു ചെറിയ സ്റ്റേക്കേഷൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്ക് ശേഷം നേരെ പോയി കാന്താര കാണാമെന്ന് നമ്മൾ വിചാരിച്ചേ. ഈ വ്ളോഗാണെന്ന് നിങ്ങൾ വിചാരിക്കും ഈ പയ്യന്മാർ ഇപ്പോഴാണ് കാന്താര കാണുന്നത്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള വ്ളോഗാണ്. ഒരു പണിയില്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ടും അതവിടെ അങ്ങനെ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. മൂഞ്ചി കുറച്ച് സാഡായിരുന്നു പീസിൻ്റെ കാര്യത്തിൽ. ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങിയമ്മ. അടുത്ത ലക്ഷ്യം ശോഭ സിറ്റി കാന്താര കാണണം. പുരുഷ ഒറ്റപ്പെടാ കാന്താര 2. Until next time, bye bye. പറ്റോ? വേറെ ഏത് ജില്ലയിലുണ്ട്? ഇവിടെ ഒറ്റ പ്രശ്നം കാണുന്നുള്ളൂ. അത് അല്ല, ഞാൻ സുരേഷ് ഗോപിനെ ഉദ്ദേശിപ്പിക്കാനല്ല. നാട് തൃശ്ശൂര്. ഓക്കെ, നമ്മള് ശോഭ എത്തിട്ടാ. 4:10 പടം 4:15 അവനെ നമ്മൾ എത്തും. പിയേ ക്യാമറ ഓണാക്കി അസം കോൺഷ്യസ് ആവും. അതുവരെ അസനൊരു പ്രശ്നമാണ്. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ മാന്യം. ലിഫ്റ്റിലെ മിറർ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈഡൊക്കെ ചെയ്ത് മഞ്ഞ ഷർട്ട് ഇട്ട് ഒരു തെണ്ടീനെ കാണാം. നല്ല അടിപൊളി കോളേജാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു കാട്ടുമുക്കിൽ കൊണ്ടാക്കിയ ഒരു ഏജൻസിയുടെ ഓണറാണ് അയാളുടെ ഏജൻസിയുടെ പേര് റേ ഓഫ് ഹോപ്പ്. നല്ലൊരു കോളേജ് കരിയറാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരിക്കലും ഇയാളുടെ ഏജൻസിയിലും പോരുത്. ഇയാളുടെ പേര് സെബാസ്റ്റ്യൻ. പ്ലീസ് ഡോട്ട് ഒരിക്കലും ഇയാളുടെ ഏജൻസി പോയി ചേരരുത്. നിങ്ങളുടെ ജീവിതം ഇഞ്ചിച്ച് തരും. കാന്താര കണ്ടു കഴിഞ്ഞു ഗൈസ്. സത്യം പറയണ കുറച്ച് ഉറങ്ങിപ്പോയി. പടം പോറടിച്ചിട്ടില്ല. വയറ് നിറയെ ബിരിയാണി കഴിച്ചിട്ട് പടത്തിൽ കയറിയിട്ടേ സീനായിരുന്നു. പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വിധമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൺക്ലൂഷനോ ഒരു എൻഡൊന്നും ഈ വ്ളോഗിന് എടുക്കാൻ മറന്നുപോയി. സോ യാ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ സീൻ ആണ് ദ വീഡിയോ. അൺടിൽ ദെൻ ദിസ് ഇസ് എൻഡ്ലെസ് ടൈം സൈനിങ് ഓഫ്. അപ്പോൾ ശരി.